സ്നേഹപ്പെട്ട എല്ലാവർക്കും പ്രതിനിധിയിലേക്ക് സ്വാഗതം. കർത്താവ് ആഞ്ഞു കൊടുക്കുന്നു, അത് പ്രഖ്യാപിക്കുന്ന വനിതകൾ വലിയൊരു ഗണമാകുന്നു. സങ്കീർത്തനം 68:14 വാക്യം. സങ്കീർത്തനം 68 ദാവീദ് ദൈവത്തെ ബദ്ധന്മാരുടെ അടിമത്തത്തിൽ നിന്ന് വിടുവിക്കുന്നതായും ക്ഷീണിതരായ തൻ്റെ ജനത്തെ നവീകരിക്കുകയും പുതുക്കുകയും ചെയ്യുന്നതായും വിശേഷിപ്പിക്കുന്നു. ഈ സങ്കീർത്തനത്തിൻ്റെ 35 വാക്യങ്ങളിൽ ദാവീദ് 42 തവണ ദൈവത്തെ പരാമർശിക്കുന്നു. അനീതിയിൽ നിന്നും കഷ്ടതയിൽ നിന്നും തങ്ങളെ രക്ഷിപ്പാൻ ദൈവം അവരോടൊപ്പം നിരന്തരം ഉണ്ടായിരുന്നു എന്ന് താൻ വെളിപ്പെടുത്തിയതും വലിയൊരു ഗണം സുവാർത്തികൾ ഈ സത്യം ഘോഷിക്കുന്നു. വിധവമാർക്ക് ന്യായപാലകനും ആയ ദൈവം തൻ്റെ ജനത്തിന് മുമ്പേ പോയി അവരെ അനുഗ്രഹത്തിൻ്റെയും ഉന്മേഷത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ഇടങ്ങളിലേക്ക് നയിക്കുന്നു. ദൈവത്തിൻ്റെ സാന്നിധ്യം എല്ലായ്പ്പോഴും തൻ്റെ ജനത്തോടൊപ്പം, പ്രത്യേകിച്ച് ദുർബലതയും കഷ്ടപ്പെടുന്നവരുടെയും കൂടെ ഉണ്ടായിരുന്നുവെന്ന് ഓർത്തുകൊണ്ട് ഇന്ന് നമുക്ക് ധൈര്യപ്പെടാം. പണ്ടത്തെ പോലെ തന്നെ തൻ്റെ ആത്മാവിലൂടെ ദൈവസാന്നിധ്യം നിന്നും നമ്മൾ കൂടെ ഉണ്ടായിരിക്കുന്നു. പ്രയാസകരമായ ഒരു പോരാട്ടത്തിൽ നിങ്ങൾ എങ്ങനെയാണ് ദൈവത്തിൻ്റെ കരുതൽ അനുഭവിച്ചത്? അത് നിങ്ങൾക്ക് എന്ത് പ്രോത്സാഹനം നൽകിയത്? പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഞാൻ കഷ്ടതയും അന്യതയും നേരിടുമ്പോൾ എന്നെ നയിക്കുകയും എനിക്ക് വേണ്ടി പോരാടുകയും ചെയ്യുന്ന എൻ്റെ ജീവിതത്തിലെ അങ്ങയുടെ നിരന്തരമായ സാന്നിധ്യം നന്ദി. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു. കഴിഞ്ഞൊരു മാസക്കാലം വരാവുന്ന ആവർത്തവണ രോഗദുഃഖങ്ങൾ ദൈവം നമ്മെ കത്തുവാക്കി ഞാൻ ദൈവം നന്ദി പറയുന്നു. പുതിയ രാശിക്കാലം ദൈവം നമ്മെ അത്ഭുതകരമെന്ന് നടത്തട്ടെന്ന് പ്രാർത്ഥിക്കുന്ന ആശംസിക്കുന്ന ഒരു കൂടി. ഗോഡ് ബ്ലെസ് യു ഇൻ ജീസസ് നെയിം. ആമേൻ.